റാം, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? നീ ചോദിക്ക്. എൻ്റെ കഥകളൊക്കെ അറിഞ്ഞിട്ടും ഞാൻ നിന്നിൽ നിന്നും എന്നേക്കുമായി പോവുകയാണെന്നറിഞ്ഞിട്ടും ഇപ്പോഴും നീ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആനന്ദി, കേൾക്കുമ്പോൾ നിനക്ക് വിചിത്രമായി തോന്നിയാലും ഞാനൊരു കഥ പറയാം. ഞങ്ങളുടെ വീട്ടിലെ കുളത്തിൽ പണ്ട് മത്സ്യകൃഷി ഉണ്ടായിരുന്നു. കരിമീനാണ് കൃഷി ചെയ്യുന്നത്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും ഡിമാൻഡും ഒക്കെയുള്ള മത്സ്യമാണ്. ഒരിക്കൽ റേഡിയോയിലൂടെ ഇവയെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ കേട്ടു. കരിമീനുകൾക്ക് അവയുടെ ജീവിതകാലത്തിൽ ഒറ്റ ഇണ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അത്രേ. ഇണകളായ മത്സ്യങ്ങൾ തമ്മിൽ അടങ്ങാത്ത പ്രണയവുമായിരിക്കും, പ്രത്യേകിച്ചും ആൺ മത്സ്യത്തിന് പെൺമത്സ്യത്തിനോട്. തൻ്റെ ആ ഇണയെ നഷ്ടപ്പെട്ടു പോയാൽ പകരം മറ്റൊന്നിനെ അവ സ്വീകരിക്കുകയില്ല. പെൺമത്സ്യത്തെയോ ആൺമത്സ്യത്തെയോ ജലാശയത്തിൽ നിന്നും മനുഷ്യർ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അതിൻ്റെ ഇണയായ മത്സ്യം വെള്ളത്തിൻ്റെ ഓളപ്പരപ്പുകളിൽ തൻ്റെ ഇണ അവിടേക്ക് തിരികെ വരുന്നതും നോക്കി അങ്ങനെ കാത്തിരിക്കും. അതിപ്പോൾ അതിൻ്റെ ആയുസ് എത്ര കാലമുണ്ടോ അത്ര കാലം വരേക്കും. ചെന്നൈ അതുപോലെ ഒരു കുളമാണ് ആനന്ദി. ഞാൻ അതിലെ ഒരു കരിമീൻ.